ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും ജനൽ കമ്പികളിൽ കൈ ചേർത്ത് നിൽക്കുകയായിരുന്ന ശിവ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കിക്കൊണ്ട് കൈകൾ പിണച്ചു കിട്ടി. ഡോറിൽ ചാരി നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ സപ്തനാടികളും തളർന്നുപോയി. അവനെ അവിടെ കണ്ടതും ഒരു നിമിഷം താൻ സ്വപ്നം കാണുവാണെന്ന് വരെ ശിവക്ക് തോന്നിപ്പോയി. കണ്ടിട്ടും മതിവരാത്ത പോലെ ശിവയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു ആദി. അവനെ കണ്ടപ്പോൾ ശിവ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് ആ ഞെട്ടൽ അതിവേഗം ദേഷ്യത്തിലേക്ക് മാറി. ശിവയുടെ ചുവന്നു തുടുത്ത മുഖം കണ്ടതും ആദിയുടെ ഉള്ളിൽ വല്ലാത്തൊരു നിസ്സഹായത വന്നു നിറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും ഒരു വേള താൻ സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന പോലെ അവന് തോന്നി. ശിവ, ആർദ്രമായിരുന്നു അവന്റെ സ്വരം. ശിവ പെട്ടെന്ന് തന്നെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ കൈ ഉയർത്തി കാണിച്ചു. അവളുടെ ആ പ്രവൃത്തി കണ്ടതും ആദി നിശബ്ദനായി. നിങ്ങളെന്താ ഇവിടെ? ചോദിച്ചാ കേട്ടില്ലേ നിങ്ങളെന്താ ഇവിടെയെന്ന്? ഇനി നിങ്ങളാണോ എന്നെ കാണാൻ വന്ന ആള്? ദേഷ്യത്തോടെയുള്ള ശിവയുടെ ചോദ്യം കേട്ടതും ആദി തലകുലുക്കി അതേന്ന് പറഞ്ഞു. അതും കൂടി കണ്ടതോടെ ശിവയുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു. അവൾ അവന്റെ കരട് നോക്കിന്ന് കൊടുത്തു. നാണുണ്ടോടോ തനിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ? ഓ, ഇനി ഇതും പുതിയ അടവ് വല്ലതായിരിക്കും അല്ലേ? ഈ പ്രാവശ്യം ആരാ എതിർപക്ഷത്ത്? സിദ്ധുവേട്ടൻ തന്നെയാണോ? അതോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ശിവ പറയുന്ന കേൾക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടാ നിന്നു. നിങ്ങൾ എന്ത് പറഞ്ഞാണ് എന്റെ അച്ഛനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് ആ ആളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് പോലും ഞാൻ അവസരം ഒരുക്കില്ലായിരുന്നു. എന്റെ അച്ഛൻ നാണം കിടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. പക്ഷേ ഈ നിമിഷം ഞാൻ പറയുവാണ്, എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. നിങ്ങളെപ്പോലൊരുത്തിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാ. ഇനി ഒരു നിമിഷം പോലും ഞാൻ വൈകിക്കില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുവാണ് ഞാൻ, എനിക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം. അതും പറഞ്ഞ് ഡോറ് തുറന്ന് ശിവ പുറത്തേക്ക് പോയി. ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആദിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ഇത്രയും നാൾ അടക്കി പിടിച്ചതാണ് അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതെന്ന് അവന് മനസ്സിലായി. ഒരു കൊടുങ്കാറ്റ് പോലെ ശിവ സിറ്റ് ഔട്ടിലേക്ക് പാഞ്ഞു ചെന്നു. അവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. പക്ഷെ പുറകിൽ വരുന്ന ആദിയെ കണ്ടപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതെ, എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല. ആരെയും നോക്കാതെ ഉറച്ച ശബ്ദത്തിൽ ശിവ പറഞ്ഞു. മോളെ. രവി അവളെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇല്ല അച്ഛേ, അച്ഛന് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ് അച്ഛേ ഇയാളാണ് എനിക്കായി കണ്ടെത്തിയെന്ന് എന്നോട് പറയാതിരുന്നത്? എന്നോട് ഇത്രയൊക്കെ ക്രൂരത കാട്ടിയ ഇയാളെ തന്നെ എനിക്ക് വരനായി അച്ഛൻ കണ്ടെത്തിയെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എല്ലാ അച്ഛയ്ക്കും അമ്മയ്ക്കും അറിയുന്നതല്ലേ, എന്നിട്ടും. ബാക്കി പറയാൻ കഴിയാതെ ശിവ വിങ്ങിപ്പൊട്ടി. അവളുടെ കണ്ണുനീർ കാണുന്തോറും തന്റെ നെഞ്ചിൽ നിന്ന് രക്തം കിരിഞ്ഞിറങ്ങുന്നതായി ആദിക്ക് തോന്നി. അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ തോന്നിയെങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. ആ സമയം അത്രയും ശിവ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അവളുടെ കണ്ണ് രവിയുടെയും ശ്യാമയുടെയും മേലായിരുന്നു. രവി മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ദേവകി ശിവയെ വിളിച്ചു. മോളെ. ശിവ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ദേവമ്മ. അവളുടെ ചുണ്ട് മന്ത്രിച്ചു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെയും ശിവ ശ്രദ്ധിച്ചത്. എല്ലാവരുടെയും ഒപ്പം സിദ്ധാർത്ഥിനെ കൂടി കണ്ടതോടെ ശിവയാകെ വല്ലാത്തൊരവസ്ഥയിലായി. മോളെ ശിവ, എത്ര നാളായി എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടിട്ട്. ഞാൻ എന്നും ഭഗവതിയോട് പ്രാർത്ഥിക്കാറുണ്ട്, കണ്ണടയുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും എന്റെ കൺമുമ്പിൽ മോളെ കൊണ്ടുവരണേ എന്ന്. എന്തായാലും ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. അവളുടെ നെറ്റിയിലും കവിളുമെല്ലാം ഉമ്മവെച്ചുകൊണ്ട് സന്തോഷത്തോടെ ദേവകി പറഞ്ഞു. ശിവ അപ്പോഴും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവരെ നോക്കി നിന്നു. ശോഭയും അവളുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചു എന്നോ? ഇനി ഒരിക്കലും മോളെ കാണാൻ പറ്റില്ലെന്ന് വരെ വിചാരിച്ചു, ശോഭ പറഞ്ഞു. ശിവ ഒന്നും മിണ്ടാതെ ഒരു പാവയെ പോലെ എല്ലാം കേട്ടു നിന്നു. അവൾ രവിയെയും ശ്യാമയെയും മാറി മാറി നോക്കി. ആദ്യമെല്ലാം വീക്ഷിച്ചുകൊണ്ട് അവളുടെ ഒരു സൈഡിലായി നിന്നു. എല്ലാവരെയും കണ്ടപ്പോഴുള്ള ഞെട്ടൽ അവളുടെ മുഖത്ത് അപ്പോഴും പ്രകടമാണ്. മോൾക്ക് ഇപ്പോൾ ഒരുപാട് സംശയം ഉണ്ടാവുമെന്നറിയാം, എല്ലാം മോളോട് പറഞ്ഞുതരാം. ദേവദാസ് അവളുടെ തലയിൽ തലോടി പറഞ്ഞു. സിദ്ധു ആദിയുടെ അടുത്തേക്ക് പോയി അവന്റെ തോളിൽ കൈയിട്ട് നിന്നു. അതുകൂടി കണ്ടതോടെ ശിവയാകെ അന്തമിട്ട് നിന്നു. മോളെ, ഇവരെ നിനക്ക് കോളേജിൽ നിന്നാണോ പരിചയം? അല്ലെങ്കിൽ അതിനു മുന്നേ ഇവരെ വേറെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ദാസ് ചോദിച്ചു. ശിവ ഇല്ലെന്ന് തലയാട്ടി. ശിവക്ക് അപ്പോഴൊന്നും പിടുത്തം കിട്ടിയില്ലെന്ന് അവർക്കൊക്കെ മനസ്സിലായി. ഇനിയും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കേണ്ടെന്ന് കണ്ട് ദേവദാസ് അവൾക്ക് എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുത്തു. ആദിക്ക് ശിവ ഇഷ്ടമായിരുന്നെന്ന കാര്യമൊഴിച്ച്. എല്ലാം കേട്ടപ്പോൾ ശിവക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. ആദിയും സിദ്ധു ആരാണെന്നുള്ള സത്യം അവൾ വല്ലാതെ തളർത്തി. എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത്? ആദിയേട്ടൻ ദൈവമ്മയുടെയും ദാസങ്ങളുടെയും മകനാണെന്നോ?
ചെറുപ്പത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാണോ ഇവരൊക്കെ? സിദ്ധുവേട്ടൻ എന്റെ അനിയത്തിയാണിതെന്ന് എല്ലാവരോടും പറഞ്ഞു കിടന്ന സിദ്ധുവേട്ടനായിരുന്നു അത്? ശിവ സ്വയം ചോദിച്ചു. മോളെ, ദേവകി അവളെ വിളിച്ചു. മോളിപ്പോൾ കേട്ടതൊക്കെ സത്യ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മോൾക്ക് വിഷമായെന്നും അറിയാം. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു മോളെ. നിങ്ങളെയൊക്കെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. ആദ്യം വന്ന് എല്ലാം പറഞ്ഞറിഞ്ഞപ്പോൾ സത്യത്തിൽ ആകെ ഒരു മരവിപ്പായിരുന്നു. അന്നിവ മോളോട് പറഞ്ഞതിനൊക്കെ ഈ അമ്മ മോളോട് ഇപ്പൊ ക്ഷമ ചോദിക്കുക. തെറ്റ് ഇവന്റെ ഭാഗത്ത് തന്നെ ആയിരുന്നു. പക്ഷെ ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തായിരുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എനിക്കറിയാം മോൾക്ക് പെട്ടെന്നൊന്നും ഇതൊന്നും മറക്കാൻ സാധിക്കില്ലെന്ന്. പക്ഷേ ഈ അമ്മ മോളോട് അപേക്ഷിക്കുക, മോൾ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് മാത്രം പറയരുത്. അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു പോയി മോളെ എൻ്റെ ആദിയുടെ പെണ്ണാക്കാൻ. ദേവകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, അന്ന് അറിയാതെ സംഭവിച്ചു പോയ തെറ്റിന്റെ പുറത്താ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്ന്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല മോളെ, ഒക്കെ പറ്റിപ്പോയി. എല്ലാത്തിനും മോളോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുക. പ്രഭാകരൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ, ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. എന്നെ നഷ്ടപ്പെട്ടു പോയ അനിയത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നീ എൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഞാൻ പൊന്നുപോലെ കൊണ്ടുനടന്ന എൻ്റെ അനിയത്തിക്കുട്ടിയായിരുന്നു ഇതെന്ന്. എന്നോട് ക്ഷമിക്കുമോളെ, ഈ ഏട്ടന് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അത്യധികം കുറ്റബോധത്തോടെ സിദ്ധു പറഞ്ഞു. രവിയും ശ്യാമയും അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ രവിയുടെ നെഞ്ചിലേക്ക് വീണു. മോളെ, ആദ്യം അന്ന് എല്ലാ വിവരങ്ങളും അറിയിക്കുന്നവരെ അവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനോടുള്ള ദേഷ്യമെല്ലാം മാറി. അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. അതിലിപ്പോൾ അവന് നല്ല കുറ്റബോധമുണ്ട്. മോളെ, തെറ്റ് പറ്റാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവർ വിരളമേ ഉണ്ടാവൂ. ഇവിടെ ഇപ്പോൾ മോളോട് ചെയ്ത തെറ്റോർത്ത് ആദ്യം ഓരോ നിമിഷം ഒരുങ്ങി ജീവിക്കുക. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യുന്നവരോട് നമ്മൾക്ക് ക്ഷമിക്കാൻ കഴിയണം. അവൻ തന്നെയാണ് മോളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചത്. ആലോചിച്ചപ്പോൾ എൻ്റെ മോളെ കൊടുക്കാൻ യോഗ്യതയുള്ളവനായി എനിക്കിവനെ തോന്നി. പിന്നെ ദാസനെയും ദേവകിയെയും നിനക്ക് അറിയാവുന്നല്ലേ, അവര് നിന്നെ സ്വന്തം മോളായിട്ട് തന്നെയാ കാണുന്നത്. ഇതൊക്കെ കൊണ്ടാ ആദിയുടെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അന്നത്തെ പോലെ മോളെ ഇനി ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല. തീരുമാനം എന്തായാലും മോളുടെ തന്നെയാ. മോൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കും. നിനക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഞങ്ങൾ ഈ ആലോചന ഇവിടെ വെച്ച് നിർത്തും. രവി പറഞ്ഞു നിർത്തി. എല്ലാവരും കുറച്ച് പേടിയോടെ ശിവയെ നോക്കി. എന്തായാലും ഒരു പോസിറ്റീവ് മറുപടി അവളിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആദിയുടെ മുഖത്ത് മാത്രം ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു. എനിക്ക് സമ്മതമാണ്. ശിവയുടെ മറുപടി കേട്ടതും ചുറ്റും കൂടിയുന്ന മുഖങ്ങളിലെല്ലാം പേടി മാറി സന്തോഷം നിറഞ്ഞു നിന്നു. ഡി, അവൾ സമ്മതം തന്നെയല്ലേ പറഞ്ഞ്? ഞാൻ കേട്ടത് മാറിയൊന്നല്ലോ? അച്ചു സംശയത്തോടെ ചോദിച്ചു. നീ കേട്ട ശരി തന്നെയാ, അവൾ സമ്മതിച്ചു ഈ വിവാഹത്തിന്. അനു സന്തോഷത്തോടെ പറഞ്ഞു. രവിയും ശ്യാമയും അവളുടെ ഇരുകവളിൽ ഉമ്മ വെച്ചു. ശിവ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായെന്ന് അവരുടെ മുഖഭാവം വിളിച്ചോതുന്നുണ്ടായിരുന്നു. പക്ഷെ ആദിയുടെ മുഖത്ത് മാത്രം ഒരുതരം നിസ്സംഗത നിറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ശിവ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ആദിയും നോക്കുകയും ചെയ്തു. ആദി, എന്തു പറ്റിയടാ? ശിവ സമ്മതാണെന്ന് പറഞ്ഞിട്ടും നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? വേറെ ആരും കേൾക്കാതെ പതിയെ സിദ്ധു അവനോട് ചോദിച്ചു. ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? ഞാൻ ഒത്തിരി ഹാപ്പിയാ. ആദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മളന്ന് കണ്ട ഡേറ്റ് ഉറപ്പിക്കാല്ലേ? ദേവദാസ് എല്ലാവരുടെയും ചോദിച്ചു. അത് അടുത്ത മാസം 15 ഇനി 20 ദിവസങ്ങൾ മാത്രം. ഇത്ര പെട്ടെന്ന് എല്ലാം ഞാൻ. രവിക്കാകെ വെപ്രാളമായി. അത് കണ്ടതും ദാസനും പ്രഭാകരനും അയാളെ ചേർത്ത് പിടിച്ചു. തങ്ങൾ കൂടെയുണ്ടെന്ന് നിശബ്ദമായി പറഞ്ഞു. വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുമല്ലോ. ആമി അനുവിനോട് അച്ചുവിനോടായി പറഞ്ഞു. സാരില്ല, ഒരാഴ്ച ഉണ്ടല്ലോ, അതൊക്കെ ധാരാളം. അച്ചു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നീട് എല്ലാവരും കൂടി കല്യാണ ചർച്ചയിലായിരുന്നു. വിവാഹം വെക്കേണ്ട സ്ഥലത്തെക്കുറിച്ചും റിസപ്ഷനെ കുറിച്ചുമൊക്കെയാണ് ആണുങ്ങളുടെ ചർച്ചയെങ്കിൽ വിവാഹത്തിന് ഏത് ഡ്രസ് ഇടണം, എന്ത് ഓർണമെന്റ്സ് ധരിക്കണമെന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പെണ്ണുങ്ങളുടെ ചർച്ച. വലിയ തലമുറയോടൊപ്പം യുവതലമുറയും ചർച്ചകളിൽ പങ്കാളിയായി. വിഷ്ണുവിന്റെ കണ്ണുകൾ ആമിയിലേക്ക് ഇടയ്ക്കിടെ എത്തുന്നുണ്ട്. അവന്റെ നോട്ടം കാണുമ്പോൾ ആമി വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കും. ഇതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അനുവാണിൽ സിദ്ധുവിനെ നോക്കിയത് പോലുമില്ല. പക്ഷേ സിദ്ധുവിന്റെ കണ്ണുകൾ അവളിലേക്ക് ഇടയ്ക്കിടെ ചെന്ന് എത്തുന്നുണ്ട്. അവളത് കാണുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളുടെ ഭാവമേ അവൾ പുറമേ കാണിച്ചില്ല. വന്നിട്ട് ഇത്ര നേരമായിട്ടും അവൾ തന്നെ ഒന്നും നോക്കാത്തതിൽ സിദ്ധുവിന് അല്പം പരിഭവം തോന്നി. അനുവാണിൽ അവന്റെ ഇഷ്ടം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ്. എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുമ്പോഴും വേദനിച്ച് നിൽക്കുന്ന 2 ഹൃദയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിള്ളേർ സെറ്റെല്ലാം ബാൽക്കണിയിൽ നിന്ന് കത്തിവെക്കുവാണ്.
അമ്മ സെറ്റ് കിച്ചണിലും അച്ഛൻ സെറ്റ് സിറ്റൗട്ടിലുമായി അവരുടെയും വിശേഷങ്ങൾ പങ്കുവെക്കുവാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതുകൊണ്ട് വിശേഷം പറഞ്ഞിട്ടും അവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അനു സിദ്ധുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരുന്നത്. സിദ്ധുവിന് അനുവിനോടൊന്ന് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും അനുവിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണന അവനെ സംസാരിപ്പിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചു. എങ്കിലും ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ അവളിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. അത് കൃത്യമായി ശരത്തിന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുകയും ചെയ്തു. ആമിയും വിഷ്ണുവും കുറച്ചപ്പുറത്ത് മാറിയെന്ന് കുറുകാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അച്ചു കിരണിനോടും ശരത്തിനോടും കത്തിയടിച്ചിരിക്കുവാണ്. ആദ്യം ഒന്നുമിണ്ടാതെ ഫോണിൽ ശ്രദ്ധ ഊന്നിരിക്കുകയാണെങ്കിലും മനസ്സ് ശിവയുടെ അടുത്ത് തന്നെയായിരുന്നു. ശിവ അവളുടെ റൂമിൽ തന്നെയാണ്. എല്ലാവരുടെയും ഒപ്പം ഇരിക്കാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവളത് കേൾക്കാതെ അവിടെ തന്നെ ഇരുന്നു. ശിവ, സിദ്ധുവിന്റെ വിളി കേട്ടതും അതുവരെ ആലോചനയായിരുന്ന ശിവ ഞെട്ടി ഉണർന്നു. എനിക്ക് മോളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മോൾക്ക് വിരോധമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം. ഏട്ടൻ എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാലോ. അതിനൊക്കെ എന്നോട് അനുവാദം ചോദിക്കുന്ന എന്തിനായിട്ടാ? അങ്ങനെയല്ല മോളെ, ഞാൻ വിചാരിച്ചു മോൾക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്നു. ഞാൻ കാരണല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സിദ്ധു വിഷമത്തോടെ പറഞ്ഞു. ആര് പറഞ്ഞു സിദ്ധുവേട്ടൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്? അല്ലെങ്കിൽ ദേഷ്യം തോന്നാൻ സിദ്ധുവേട്ടൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എടുത്തുകൊണ്ടിരുന്ന എന്റെ അനിയത്തിയായിരുന്നു മോളെന്നറിയാതെയാണ് ഞാൻ ഇഷ്ടം പറഞ്ഞത്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും കുറ്റബോധം കൊണ്ട് ഉരുകുവാണ് ഞാൻ. ഏട്ടൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് എൻ്റെ ഏട്ടനോട് ഒരു ദേഷ്യവുമില്ല. ഏട്ടന് തിരിച്ചു കിട്ടിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ശിവ പറഞ്ഞു കേട്ടതും സിദ്ധുവിന് സന്തോഷവും സമാധാനവുമായി. പിന്നെ മോളെ, മറ്റൊരു കാര്യം കൂടി. എന്താ ഏട്ടാ? അത് ആദി, എനിക്കറിയാം മോൾക്ക് പെട്ടെന്നൊന്നും അവനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. മോൾ എന്തുകൊണ്ടാണ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ വിവാഹത്തിന് വീണ്ടും സമ്മതിച്ചെന്നും എനിക്കറിയില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ എത്ര സന്തോഷമായെന്നറിയോ. ആദ്യം ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ ഒരിക്കലും അവന് ന്യായീകരിക്കുന്നതല്ല. എന്നാലും അവനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നല്ല കുറ്റബോധമുണ്ട് മോളെ. മോള് പെട്ടെന്ന് വേണമെന്നല്ല, പക്ഷെ കഴിയുന്ന വേഗത്തിൽ അവനോടുള്ള പിണക്കമാറ്റം ശ്രമിക്കണം. ഇനിയും അവനിങ്ങനെ അവഗണിക്കരുത്. മോളുടെ അവഗണന അവൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വേദനിച്ചതിലധികമാവും ഏട്ടാ. സ്നേഹിച്ച പുരുഷന്റെ നാവിൽ നിന്നും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതൊക്കെ കേട്ട എന്റെ വിഷമത്തിന്റെ 7 അയലത്ത് വരൂ. അയാളുടെ വിഷമം ചെയ്യാത്ത തെറ്റിന് സിദ്ധുവേട്ടനെ അയാൾ ഇത്രയും നാൾ അകറ്റി നിർത്തിയില്ലേ? സ്വാർത്ഥനാണ് അയാൾ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്വാർത്ഥൻ. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അയാളുടെ ആഗ്രഹം നേടാൻ വേണ്ടി എന്ത് ക്രൂരതയും കാണിക്കാൻ മടിയില്ലാത്തവൻ. ശിവരോഷത്തോടെ പറഞ്ഞിരുത്തി. മോളെ, എങ്ങനെയാണ് മോളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു നാൾ മോൾക്ക് ഇപ്പൊ പറഞ്ഞൊക്കെ മാറ്റി പറയേണ്ടി വരും. അത് തീർച്ചയാണ്. ഏട്ടൻ നടക്കുന്ന കാര്യമെല്ലാം പറ. ശിവയുടെ സ്വരത്തിലെ പരിഹാസം സിദ്ധുവിന് മനസ്സിലായി. ഇനിയെല്ലാം മോളുടെ ഇഷ്ടം, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് സിദ്ധു പോവാനേ എഴുന്നേറ്റു. അതെ, മോനെന്ന് നിന്നേ. ശിവ പറഞ്ഞു കേട്ടതും എന്താ എന്നുള്ള അർത്ഥത്തിൽ സിദ്ധു അവിടെ നോക്കി. ഏട്ടന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം? മോളെന്താ ഉദ്ദേശിച്ച്? എന്റെ അനു, അവള് പാവ. ഇനി അവളെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ പെട്ടെന്നൊരു തീരുമാനം അവളുടെ കാര്യത്തിൽ എടുത്തില്ലെങ്കിൽ ഞാൻ അവളെ വേറെ വല്ല ആമ്പിള്ളേർക്കും കെട്ടിച്ചു കൊടുക്കും കേട്ടോ. എന്താ, വേണോ? എന്റെ പൊന്നു മോളെ, ചതിക്കരുത്. ആ വട്ടിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മോളായിട്ട് ഇനി അതിൻ്റെ ഇടയിൽ കയറി പാരൊക്കെയല്ലേ. സിദ്ധുവിന്റെ മറുപടി കേട്ടതും ശിവക്ക് ഒരുപാട് സന്തോഷമായി. സത്യമാണോ ഏട്ടനിപ്പോ പറഞ്ഞേ? അത് കേട്ടതും ശിവ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വെറുതെ നിറങ്ങി നോക്കിയതാ. അത് കൃത്യമായി കൊള്ളുകയും ചെയ്തു. എന്നാലും ഏട്ടന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അതിൽ പര സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. ശിവ പറഞ്ഞു കേട്ടതും സിദ്ധാർത്ഥ ചിരിച്ചു. എന്നാലും എന്റെ ഏട്ടാ, ഞങ്ങൾ ആരും അറിയാതെ ഇങ്ങനെയൊരു ചരട് വലിച്ചത് മനസ്സിലായതേ ഇല്ലല്ലോ. എന്തൊക്കെയായിരുന്നു. ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ വരരുത്, ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല. എന്നിട്ട് ഇപ്പോഴോ നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ പാവനായി ഡെഡായി. ശിവയുടെ വാക്കുകൾ കേട്ടതും സിദ്ധു ചമ്മലോടെ ചിരിച്ചു. ഏട്ടാ, ഇതറിഞ്ഞ അവക്ക് എന്തുമാത്രം സന്തോഷാകുമെന്നോ. അവൾ അത്ര ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം മോളെ, അവളുടെ ആത്മാർത്ഥ സ്നേഹം ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടില്ലെന്ന് തീരുമാനിച്ച എന്റെ തീരുമാനം ഞാൻ മാറ്റിയതും. നന്നായി ഏട്ടാ, വളരെ നന്നായി. ആ പിന്നെ ഏട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയും വൈകിക്കണോ? എല്ലാം അവളോട് പറഞ്ഞൂടെ? പറയാം മോളെ, ഒരല്പം കൂടി സമയം താ. അതുവരെ ആ വട്ടുപെണ്ണിനോട് ഒന്നും പറയല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. പാറുവേ. ഇല്ല ഏട്ടാ, ഞാനൊന്നും പറയില്ല. ശിവ ചിരിയോടെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ശിവയെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ആദിയുടെ അടുത്തിരുത്തി. അവളുടെ മുഖം കണ്ടപ്പോഴേ ആദിക്ക് മനസ്സിലായി അവൾക്കത് ലെവലേഷൻ പോലും ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവൾ ആരെയും നോക്കാതെ ഭക്ഷണം കഴിച്ചു. സിദ്ധു അനുവിന്റെ അടുത്തായിട്ടാണ് ഇരുന്നത്. ആ ഇരുത്തം കണ്ടപ്പോഴേ ശരത്തിന് വീണ്ടും ഡൗട്ട് അടിച്ചു.
അനുവിന്റെ അടുത്തുള്ള സിദ്ധുവിന്റെ ഇരുത്തവും ഇടയ്ക്കിടെ അവളുടെ മേൽ പാറി വീഴുന്ന അവന്റെ നോട്ടമൊക്കെ കണ്ടപ്പോൾ ശോഭയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആദ്യ ശിവയൊന്ന് പാളി നോക്കിയെങ്കിലും അവൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതായി ഭാവിച്ചു. ആരും നോക്കുന്നില്ലെന്ന് കണ്ടതും ടേബിളിനടിയിലൂടെ വിഷ്ണുമെല്ലെ ആമിയുടെ കൈ പിടിച്ചു. അവൾ ഞെട്ടി കൈ പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൾക്ക് കൈയൊന്ന് അരക്കാൻ പോലും സാധിച്ചില്ല. അച്ചു മാത്രം ഫുഡിൽ ശ്രദ്ധയിലെത്തിക്കൊണ്ട് കഴിപ്പ് തുടർന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് എല്ലാവരും പോവാനിറങ്ങിയത്. ദേവകി ശിവയെ അടുത്ത് വിളിച്ച ശേഷം അവളുടെ നെറ്റിൽ ഒരു ഉമ്മൊടുത്തോണ്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് അമ്മ കാത്തിരിക്കും. എന്റെ മോള് വീടിന്റെ പടി കടന്നു വരുന്ന ദിവസത്തിനായി. അത് കേട്ടതും ശിവ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശോഭയും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടി ചേർത്തു. സിദ്ധുവും കിരണും ശരത്തും വിഷ്ണുവുമെല്ലാം അവളോട് യാത്ര പറഞ്ഞു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് യാത്ര പറയുന്ന ശിവയെ കണ്ടപ്പോൾ തന്നെ ആദിക്ക് പകുതി സമാധാനമായി. പക്ഷേ ഒരു നോട്ടം കൊണ്ടുപോലും അവൾ തന്നെ കനിയില്ലെന്നറിയാവുന്നതുകൊണ്ട് ആദ്യം ശിവയെ ഗൗനിക്കാതെ കാറിൽ കയറി. അവർ പോയി കുറച്ചു സമയത്തിന് ശേഷം അച്ചു, അനു, ആമി യാത്ര പറഞ്ഞിറങ്ങി. രവിയാണ് അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാക്കിയത്. എല്ലാവരും പോയതും ശിവ അവളുടെ റൂമിലേക്ക് നടന്നു. അതുവരെ അടക്കി നിർത്തിയ കണ്ണീരെല്ലാം അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി.